ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ്. എന്താ പറയുക, ഷോപ്പിൽ പോയിട്ടുണ്ട് 2 ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചായൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നേരെ പോകുന്നത് കേപ്പിൻ്റെ മാളിലേക്കാണ്. അപ്പം അവിടെ എത്തിയ പാടെ തന്നെ എന്താ പറയുക, മോള് പറഞ്ഞ് പാനിപ്പൂരി കഴിക്കണമെന്ന്. അപ്പം നമ്മൾ തന്നെ പാനിപ്പൂരിയാണ് കഴിച്ചത്. എന്നിട്ട് നേരെ മാക്സിലേക്ക് പോയി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാട് നേരെ പോയത് ഇതാ ടോപ്പിൻ്റെ ആ ഒരു സെക്ഷനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ടോപ്പ് കണ്ട ഉടനെ എനിക്കിഷ്ടമായിട്ടുണ്ട്. ഒരു ലൈറ്റ് കളറ് ആണ്. എനിക്ക് ഈ ഒരു ടോപ്പ് കണ്ട ഉടനെ ഇഷ്ടമായി. അപ്പോൾ മനസ്സിലങ്ങനെ നമുക്കൊന്ന് ഇഷ്ടമായി പിന്നെ അതന്നെയല്ല ഉണ്ടാവും മനസ്സിൽ, നമ്മളൊന്നും നോക്കില്ലല്ലോ. കളറും നല്ല ഇഷ്ടമായി. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ്. അപ്പോൾ കണ്ട ഉടനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊന്ന് ഫിക്സ് ആക്കിയേ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാൽ ഞാൻ കുറേ നോക്കും. എനിക്കങ്ങനെ പെട്ടെന്ന് ഇഷ്ടാവില്ല. അങ്ങനെ എന്താ പറയുക, കോഴി ചിള്ളുന്ന പോലെ ഒട്ടാക്കൊന്ന് ചിള്ളി നോക്കും. ബാക്കിലും ഇനിയും നല്ലത് വരുന്നുണ്ടോ നോക്കിയിട്ട്. അപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപാടെ എന്നെ ആ ഒരു ടോപ്പ് എൻ്റെ കണ്ണിലും കണ്ട് കളറിനോട് വലിയ അട്രാക്ഷൻ തോന്നി. പിന്നെ അതന്നെ എടുക്കുകയും ചെയ്ത്. എന്നാലും ഞാൻ വേറെയും നോക്കിയിട്ടുണ്ട്. ആ ഒരു ടോപ്പ് ഫിക്സ് ആക്കിയ ശേഷം വേറെയും നോക്കി. അപ്പോൾ അതിൻ്റെയോ പിന്നെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഷോപ്പിൽ പോയാൽ എൻ്റെ കണ്ണിൽ കാണാൻ പച്ചയാണ്. പച്ച കണ്ടപാട് വേഗം എടുക്കലാണ്. ഇന്ന് പച്ച നോക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ പച്ചയുണ്ട്, പക്ഷെ പച്ചക്ക് ഞാൻ പോയിട്ടില്ല. ഇതിൽ തന്നെയാണ് ഫസ്റ്റ് കണ്ടു പോയോണ്ട് ഈ കളേഴ്സ് പിന്നെ എനിക്കില്ല. ഞാൻ ഇതുവരെ ഈ ഒരു കളറ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതന്നെ ഒന്ന് എടുത്ത് ഒരു 2-3 തവണ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുപാട് ലെങ്ത് ഒന്നും അങ്ങനെ ഇല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പ് എടുക്കാൻ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാരണവരുടെ ഹൗസ് വാമിങ് ഉണ്ട്, ഉമ്മാൻ്റെ അനിയൻ്റെ. അപ്പോൾ അതിനേക്ക് എടുക്കാൻ വന്നതാണ്. അപ്പം വീട്ടിൽ കൂടലല്ലേ. അപ്പോൾ അത്ര വലിയ പൂജാർക്കൂട്ടില്ല അത് ഇതൊന്നും അല്ലല്ലോ അന്നത്തെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ കുറേ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് ടോപ്പ് കണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷനായി, ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനായി. ഇതാ ഈ ഒരു ടോപ്പ്. അപ്പോൾ എനിക്കിത് രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് നെക്സ്റ്റ് വീക്കെൻഡിന് ആമാൻ്റെ മോൻ്റെ കല്യാണം വരുന്നുണ്ട്. അതായത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെത്. അത് ഹസ്ബൻഡ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാഴ്ച തന്നെ വരും. അപ്പം ഞാൻ വിചാരിച്ച് രണ്ടും എടുക്കാമെന്ന് വിചാരിച്ച് രണ്ടും മനസ്സിലിങ്ങനെ എന്താ പറയുക വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടും ഫിക്സ് ആക്കിയേ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രൈസൊന്നുമില്ല കേട്ടാ. നമ്മൾ വിചാരിക്കും മാക്സിലെല്ലാം നല്ല പ്രൈസ് കൊടുക്കണമെന്ന്. അങ്ങനത്തെ ഒന്നും ഇല്ല. നല്ല മെറ്റീരിയലുണ്ട്, നല്ല കളേഴ്സും ഉണ്ട്. നല്ല വെറൈറ്റി തന്നെ കളേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഫിക്സ് ആക്കിയ ശേഷം പിന്നെ വെറുതെ ഇങ്ങനെ ഓരോ പിന്നെ എന്താ പറയുക ഷാൾ നോക്കലും ചെരുപ്പ് നോക്കലും അതെല്ലാം വെറുതെ ഇങ്ങനെ നോക്കൂ. ഷോപ്പിൽ കയറിയാൽ ഇവിടെ വന്നാൽ മെയിനായിട്ട് നോക്കുന്നതാണ് പിന്നെ എന്താ പറയുക ചെരുപ്പ് നോക്കൽ. വെറുതെ നോക്കും, വാങ്ങുന്നില്ലെങ്കിൽ എല്ലാം അങ്ങനെ റൗണ്ട് അടിക്കുമെന്ന്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെന്താ ചെയ്തേ, പെട്ടെന്ന് വീട്ടിലേക്ക് ഇതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു റെസിപ്പിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണൻ്റെ കളർ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതാ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത്. സവാള നല്ല തരിതരിയായിട്ട് തന്നെ കട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കിട്ടൂ. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തത് ഗരം മസാലപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അത്,
പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീർ റെഡ് ചില്ലി പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പിന്നെ യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ സവാളൊക്കെ ഏകദേശം കുക്കായി വന്നാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കൻ പൊരിച്ചതാണ്. അപ്പോൾ ഈ പൊരിക്കുന്നതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നമ്മൾ നോർമലായിട്ട് ചിക്കൻ പൊരിക്കുന്നില്ലേ, എങ്ങനെയാണോ പൊരിക്കുന്നത് അതേ മെത്തേഡിൽ തന്നെ പൊരിച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കുക. ചിക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, മസാല ഒരുപാട് വെന്ത് ഉടയണ്ട, അപ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലെവലായാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ 1/4 ഗ്ലാസ് പാല്, അതേ അളവിൽ തന്നെ സാദാ പച്ചവെള്ളം കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഒരുപാട് ആവണ്ട, അപ്പം എന്താ പറയുക ഉപ്പിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ രൂപത്തിൽ വേണം അടിച്ചെടുക്കണേ. കട്ടയാകുമ്പോൾ പിന്നെ നമുക്ക് ദോശമാവ് ചുടുമ്പോൾ പരങ്ങി കളിക്കും. ഈ ഒരു ലെവലിൽ വേണം അടിച്ചെടുക്കാൻ. ഒരുപാട് ലൂസാവാനും പാടില്ല, നന്നായി ടൈറ്റ് ആവാനും പാടില്ല. എന്നിട്ട് അതിന് ശേഷം ഒരു ദോശ രൂപത്തിൽ ചുട്ടെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒരുപാട് തടി ഉണ്ടാവാൻ പാടില്ല, നൈസായിട്ട് ചുറ്റിച്ചെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മളിത് മടക്കിയെടുക്കാൻ പറ്റൂ. തടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു വശം കുക്കായ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് വേവേണ്ട, ഏകദേശം ഒരു വേവായാൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ ചുട്ടെടുക്കുക. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് 2 മുട്ട, പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ അത്യാവശ്യം കൂടുതൽ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ടനെ കണക്കെന്ന് വെച്ചാൽ നിങ്ങൾ ദോശമാവ് എത്രയാണോ ചുട്ടെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശ രൂപത്തിൽ കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടി കലക്കിയിട്ട് പിന്നെ ഒരു പശ രൂപത്തിലാക്കിയെടുക്കുക. കുറച്ച് കട്ടിയിലാക്കിയെടുക്കണേ. എന്നിട്ട് ഒരു ദോശമാവ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ 4 വശവും ഒട്ടിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണേ. പിന്നെ ഇത് കോട്ട് ചെയ്ത പാട് പെട്ടെന്ന് പൊരിച്ചെടുക്കണേ, അല്ലെങ്കിൽ അതൊക്കെ ഇളകി വരും. എന്നിട്ട് ഇങ്ങനെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് മുട്ടയിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് പിന്നെ മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് എണ്ണ വേണ്ട, അപ്പോൾ ആ എണ്ണ കുറച്ച് മോശമാവും. മുട്ടൻ്റെ ആ പശപ്പൊക്കെ ഉണ്ടാവുകൊണ്ട് ഒരു മീഡിയത്തിൽ എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു വശം മുരിഞ്ഞ് വന്നാൽ മറുവശവും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും ആയാൽ പിന്നെ ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുക കേട്ടോ. എന്നിട്ട് പിന്നെ അഥവാ എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുക. എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ കുറച്ച് എണ്ണ ഉണ്ടാവില്ലേ, അപ്പോൾ അത്രയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളും റെസിപ്പിയൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ.